Hello, good evening. Sorry for the delay. ആക്ച്വലി എൻ്റെ നെറ്റ് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഹോട്ട്സ്പോട്ടിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ബ്രോഡ്ബാൻഡ് പണിമുടക്കി, അതാണ് ഡിലേ വന്നത്. ഐ എം സോറി. ലൈക്ക് ലാസ്റ്റ് ടൈം ഓൾസോ ബിക്കോസ് ഓഫ് സം ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഐ വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് ദി സെഷൻ. അപ്പം ഇപ്രാവശ്യം കൂടി എങ്ങനെ ആവുകയാണെങ്കിലും മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയോ ഒന്ന് അറേഞ്ച് ചെയ്ത് വന്നതാണ്. അതുകൊണ്ടാണ് സമയം കുറച്ച് ലേറ്റായി പോയത്. ഐ എം സോറി. സോ ലെറ്റ് മീ ജസ്റ്റ് സീ. യാ, so hello, good evening. I'm Mishal Hamza, taking classes for ACCA in Lakshya CA campus. So നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂ സീരീസിൻ്റെ ആ ഒരു ഫസ്റ്റ് സെഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ മുമ്പ് ലൈവിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ സീരീസിൽ ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ആവശ്യമുള്ള ആ ഒരു നെസസറി നോളേജ്, സ്കില്ല്, ടെക്നിക്കാലിറ്റീസ്, അതിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ അത് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്ന് ഞാൻ പോസ്റ്ററിൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂ എന്ന് കണ്ടു, ബട്ട് ബേസിക്കലി നമ്മൾ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാനായിട്ടില്ല. ടെക്നിക്കൽ സൈഡ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് എക്സൽ, കുറച്ച് ടാലി, അതൊക്കെയാണ്. ബട്ട് ഇന്ന് നമ്മൾ അതല്ല ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ദി സ്ക്രാച്ച് ആണ്. അതായത് നമ്മളൊന്ന് ബേസിക്സ് ഒന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് ഇൻ്റർവ്യൂക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ബേസിക്സ് കുറച്ച് അറിയുന്നത് കൊണ്ട് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ബേസിക്സ് അറിയാത്തത് കൊണ്ട് ഇൻ്റർവ്യൂവിൽ അത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു കമൻസ് പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പം അത് വെച്ചിട്ടൊന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അക്കൗണ്ടൻസിയുടെ ബേസിക്സ്, IFRS, പിന്നെ ഓഡിറ്റിങ്ങിൻ്റെ ബേസിക്സ്, പിന്നെ ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ള ആ ഒരു കാര്യങ്ങൾ, അതിൻ്റെ എന്താ പറയുക, ആ ഒരു സൈഡ്, നോളജ് സൈഡല്ല, ഇൻ്റർവ്യൂയുടെ സൈഡ്, CV പ്രിപ്പറേഷൻ, ഹൗ ടു അറ്റൻഡ് ദി ഇൻ്റർവ്യൂ, ലാംഗ്വേജ്, ബോഡി, എന്താ പറയുക, ആക്ഷൻസ് ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ഒരു ഹോൾസം പാക്കേജ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കുറച്ച് ലേറ്റായി പോയി, അറിയാം. ഞാൻ ആ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് തിരക്കായി, അതുകൊണ്ട് ലാസ്റ്റ് സെഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ACCയുടെ ക്ലാസ്സസ് ആയിട്ട് ഫുള്ളി പാക്ഡ് ആയിരുന്നു. അത് കാരണം വന്നൊരു ഡിലേ ആണ്. ബട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സെഷൻ ഇനി നമ്മൾ കംപ്ലീറ്റ്ലി തീർക്കും. സോ I guess I am not going to waste any time. I'll just start. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കാര്യം, എനിക്ക് മിനിഞ്ഞാന്ന് വന്നൊരു മെസ്സേജ് ആയതുകൊണ്ട് ഞാനതിവിടെ പറയുകയാണ്. ലൈക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, നമ്മൾ ഈ കോവിഡിൻ്റെ ആ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഫ്രീ സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ടൈമിൽ ഒരു കുട്ടി എൻ്റെ P-level, അതായത് ACCയുടെ ഫൈനൽ ലെവലിലുള്ള SBR, സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇതിൽ എത്ര പേരാണ് ACCA സ്റ്റുഡൻസ്, എത്ര പേരാണ് CA ചെയ്യുന്നത്, CMA ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഷീ ഈസ് എ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, റീസെൻ്റ്ലി ക്വാളിഫൈഡ് ആണ്, ഇന്ത്യൻ CA ക്വാളിഫൈ ചെയ്ത ഒരു കുട്ടിയാണ്. സോ ഷീ അറ്റൻഡ് ദി ക്ലാസ് ആൻഡ് പുള്ളിക്ക് റീസെൻ്റ്ലി ജോലി കിട്ടി. ഇപ്പം കഴിഞ്ഞ ആഴ്ച, 2 ആഴ്ച മുന്നേ, അതായത് ലാസ്റ്റ് വീക്കാണ് എന്നെ മെസ്സേജ് അയച്ചത്, ഒരു 3-4-5 days ബാക്ക്. ലൈക്ക് ജോലി കിട്ടി ആൻഡ് പുള്ളിക്ക് IFRSൻ്റെ സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദ റീസൺ, യു ആർ ഓൾറെഡി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലേ, അപ്പോൾ വേറെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഷീ ടോൾഡ് ദാറ്റ് എന്താണ്, പുള്ളിക്ക് ആ ഒരു ജോലി കിട്ടിയത് IFRSൻ്റെ നോളേജ് അറിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇപ്പോൾ കമ്പനീസ് ഹയർ ചെയ്യുന്ന സമയത്ത് അത് ഇനി ACCA ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, CA ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ആയിക്കോട്ടെ, IFRSൻ്റെ ഒരു നോളേജ് ഉണ്ടെങ്കിൽ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ ആ ഒരു സെഷൻ കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അല്ലേ.
അപ്പോൾ നമ്മുടെ ഈ ഒരു മൊത്തം പാക്കേജിൽ ആദ്യം ഞാൻ അക്കൗണ്ടൻസിയുടെ ബേസിക്സ് എടുക്കും. അത് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം IFRS അത് മൊത്തത്തിലൊരു സമ്മറി, മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു സമ്മറി പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ മനു മുബാറക് നമ്മുടെ ഹാൻസം ലെക്ചറർ, പുള്ളി എന്ത് ചെയ്യും, ഓഡിറ്റിംഗ് എടുക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് വരും. അതാണ് നമ്മുടെ പ്ലാൻ. സോ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ബേസിക് ഐഡിയ ആണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പോകുന്നില്ല, ബിക്കോസ് വളരെ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ആവശ്യമുണ്ട്. ആൻഡ് അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് നിങ്ങളിൽ പലരും നിങ്ങളുടെ അതാത് ക്വാളിഫിക്കേഷൻസിൻ്റെ എൻഡിലാണുള്ളത് അല്ലേ. CA ആയിക്കോട്ടെ, ACC ആയിക്കോട്ടെ, അത് കഴിയാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്പോട്ടിലാണ്. സോ നിങ്ങൾക്കിതിൽ പല കാര്യങ്ങളും അറിയാം, ഓൾറെഡി അറിയാം. പിന്നെ എന്താണ്, ജസ്റ്റ് ഒരു ബ്രഷിങ് അപ്പ് എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. സോ ഐ എം നോട്ട് ഗോയിങ് വെരി ഡീപ്പ്, ഐ എം ജസ്റ്റ് going through the outer layers. So introduction to accounting അല്ലേ. അപ്പോൾ നമുക്ക് ഗുഡ് ഈവനിങ്. നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്നുള്ള കാര്യം അറിയാം അല്ലേ. അക്കൗണ്ടിങ് എന്താണ്? വാട്ട് ഈസ് അക്കൗണ്ടിങ്? ഒരു ബിസിനസ് റൺ ചെയ്യുവാണെങ്കിൽ അത് റൺ ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിന് എന്ത് നേട്ടമാണുള്ളത് എന്നുള്ള കാര്യം അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ് തുടർന്നും കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുന്നത് അല്ലേ. സോ ഒരു ബിസിനസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് റൺ ചെയ്തത് കൊണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ആ ബിസിനസ്സിൽ എത്ര പൈസ മുടക്കിയിട്ടുണ്ട്, ആ മുടക്കിയ മുതൽ ലാഭം അടക്കം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ട്സ് ബേസിക്കലി ഡിസിഷൻ മേക്കിങ്ങിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ഒരു ബിസിനസിന്റെ, ഒരു കമ്പനിയുടെ ഡിസിഷൻസ് കംപ്ലീറ്റ്ലി എടുക്കുന്നത് അക്കൗണ്ടിങ് റെക്കോർഡ്സ് നോക്കിയിട്ടാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ടാണ്. സോ ആരൊക്കെയാണോ ഈ കമ്പനിയുടെ ആക്ടിവിറ്റീസിൽ ആകൃഷ്ടനായിട്ടുള്ളത് അവർക്കൊക്കെ കമ്പനിയിൽ ഉള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അക്കൗണ്ടിങ് ഈസ് ബേസിക്കലി ഡൺ ടു ഫൈൻഡ് ഔട്ട് ദി പെർഫോമൻസ് ഓഫ് ദി കമ്പനി, പൊസിഷൻ ഓഫ് ദി കമ്പനി, അറിയുന്ന സംഭവം. ആൻഡ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ഡെഫിനിഷനൊക്കെ പഠിച്ചതാണ്. അത് നമ്മൾ മേ ബി 12th സ്റ്റാൻഡേർഡിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പേപ്പേഴ്സിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് അക്കൗണ്ടിങ്? ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അക്കൗണ്ടിങ് ബേസിക്കലി അത് തന്നെയാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ ആദ്യം അത് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് റെക്കോർഡ് ചെയ്ത സാധനം ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്ത സാധനം സമ്മറൈസ് ചെയ്യുക. സമ്മറൈസ് ചെയ്ത സാധനം അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്ത സാധനം വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇന്റർപ്രിറ്റ് ചെയ്യുക അല്ലേ. സോ ഈ ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അതേ സാധനം തന്നെ ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്ത് അതേ സാധനം തന്നെയാണ് സമ്മറൈസ് ചെയ്യുന്നത്. സമ്മറൈസ് ചെയ്ത് അതേ ഐറ്റം തന്നെയാണ് അനലൈസ് ചെയ്യുന്നത്. അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് അതേ ഐറ്റം വെച്ചിട്ട് തന്നെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. അക്കൗണ്ടിങ് നമ്മളതിന് ഡെഫിനേഷൻ പഠിച്ചതാണ് അല്ലേ. അപ്പം ട്രാൻസാക്ഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് ഇവന്റ് ആണ് വിച്ച് ഹാവ് എ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ അല്ലേ. ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള, ഫിനാൻഷ്യൽ വാല്യൂ ഉള്ള, മോണിറ്ററി വാല്യൂ ഉള്ള ഏതൊരു ഇവന്റും ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷൻ ഒന്നിക്കൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവാം. ബിസിനസ് സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുകയാണ്, കസ്റ്റമേഴ്സിന് സാധനം വിൽക്കുകയാണ്, മെഷീൻ വാങ്ങിക്കുകയാണ്, സാലറി കൊടുക്കുകയാണ്, ബിൽഡിംഗ് വാങ്ങിക്കുകയാണ്, ടാക്സ് കൊടുക്കുകയാണ്, ലോൺ എടുക്കുകയാണ്, ലോൺ റീപേ ചെയ്യുകയാണ്, ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. ഇതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്. ബിക്കോസ് ഇതിനൊക്കെ എന്തുണ്ട്? ഒരു മോണിറ്ററി ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ നോർമലി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക ഒരു വർഷത്തേക്കാണല്ലോ.
നമ്മൾ നോർമലി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക ഒരു വർഷത്തേക്കാണ്, ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്കാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് ജാനുവരി മുതൽ ഡിസംബർ വരെ ആവാം, അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ആവാം, അല്ലെ 1 ജാൻ മുതൽ 31 ഡിസംബർ വരെ ആവാം, അല്ലെങ്കിൽ 1 ഏപ്രിൽ മുതൽ നെക്സ്റ്റ് ഇയർ 31 മാർച്ച് വരെ ആവാം. അത് അങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് ഇനി 1 by 1 ആയിട്ട് നോക്കുകയാണ്. അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കൺസെപ്റ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാനുണ്ട്, അല്ലേ? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അല്ലേ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു കൺവെൻഷൻ നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറയുന്നത്? ഒരു ബിസിനസ്സിന് അവരുടെ ഓണേഴ്സിൽ നിന്ന് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിസിനസ് വേറെയാണ്, ഓണേഴ്സ് വേറെയാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഓണർ എന്തെങ്കിലും പൈസ കൊണ്ടുവരികയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ, അല്ലേ? ബിസിനസ്സിൽ നിന്ന് ഓണേഴ്സ് എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഡ്രോയിങ്സ്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? ബിക്കോസ് അണ്ടർ അക്കൗണ്ടിങ് വി ട്രീറ്റ് ബിസിനസ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഓണേഴ്സ് വേറെ തന്നെ ആളാണ്, ബിസിനസ് വേറെ തന്നെ ആളാണ്. ആ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഒരു കൺസെപ്റ്റ് പഠിച്ചു, ബാക്കിയുള്ള കൺസെപ്റ്റ്സ് നമുക്ക് പിന്നീട് വഴിയെ നോക്കാം. അപ്പം നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം, റെക്കോർഡിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റെക്കോർഡിങ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മളത് ഇയർ എൻഡിലല്ല റെക്കോർഡ് ചെയ്യുക, 31 ഡിസംബറിലല്ല റെക്കോർഡ് ചെയ്യുക, അല്ലേ? ഒരു ട്രാൻസാക്ഷൻ ഏറ്റവും അവസാനം ഇയർ എൻഡിൽ 31 ഡിസംബറിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്, മറക്കും, മിസ്സാവും. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഇമ്മീഡിയറ്റ്ലി റെക്കോർഡ് ചെയ്യും. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ആദ്യം എഴുതി വെക്കുക, അല്ലേ? നമ്മളങ്ങനെയല്ലേ, മറന്നു പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ചില ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും, പേപ്പർ എടുത്തിട്ട് എന്തെങ്കിലും കുറിച്ച് വെക്കും, എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എല്ലാം അവസാനം എഴുതി വെക്കാമെന്ന് വിചാരിക്കുവാണെങ്കിൽ സ്കിപ്പായി പോകും. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് റെക്കോർഡിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റെക്കോർഡിങ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ്. എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? ഒരു ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സ്പേസ്, അതിനെയാണ് ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത്. അതിന് പറയുന്ന വേറൊരു പേരാണ് ഡേ ബുക്ക്. ബുക്സ് ഓഫ് പ്രൈം എൻട്രി അല്ലെങ്കിൽ ഡേ ബുക്ക്. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബുക്സ് ഓഫ് പ്രൈം എൻട്രിയിലാണ് അല്ലെങ്കിൽ ഡേ ബുക്സിലാണ്. 7 ഡേ ബുക്സ് ഉണ്ട്, 7 ഡേയ്സ് ഇൻ എ വീക്ക്. അതുപോലെ തന്നെ 7 ഡേ ബുക്സ് ഉണ്ട്, അല്ലേ? പെർച്ചേസ് ഡേ ബുക്ക്, എല്ലാ ക്രെഡിറ്റ് പെർച്ചേസും റെക്കോർഡ് ചെയ്യുന്നത് പെർച്ചേസ് ഡേ ബുക്കിലാണ്. സെയിൽസ് ഡേ ബുക്ക്, all credit sales are recorded in sales day book. Purchase return day book, നമ്മുടെ കമ്പനി ക്രെഡിറ്റ് പെർച്ചേസ് റിട്ടേൺ നടത്തുവാണെങ്കിൽ, ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൈസ കൊടുക്കാതെ, നമുക്കറിയാം, അല്ലേ? നമ്മുടെ കമ്പനി എന്തെങ്കിലും ക്രെഡിറ്റ് പെർച്ചേസ് റിട്ടേൺ നടത്തുവാണെങ്കിൽ അത് പെർച്ചേസ് റിട്ടേൺ ഡേ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക. നമ്മുടെ കമ്പനി സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൽ ക്രെഡിറ്റ് സെയിൽസ് റിട്ടേൺ ആണ് റെക്കോർഡ് ചെയ്യുക. കടത്തിന് സാധനം വിറ്റിട്ട് കസ്റ്റമേഴ്സ് അത് തിരിച്ചു തരുവാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിലാണ്. ക്യാഷ് ബുക്ക് ഉണ്ട്, എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. ക്യാഷ് സെയിൽ, ക്യാഷ് പെർച്ചേസ്, സാലറി പെയ്ഡ്, റെന്റ് പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. പിന്നെ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. വലിയ വലിയ കമ്പനീസ് കുഞ്ഞു എക്സ്പെൻസുകൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യത്തില്ല, അത് ഫുള്ളായി പോകും. അപ്പോൾ വലിയ വലിയ കമ്പനീസ് കുഞ്ഞു ക്യാഷ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡേ ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്കിൽ നമ്മളൊരു ഇംപ്രസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യാറുണ്ട്, അല്ലെ? പീരിയോഡിക് ടോപ്പിംഗ് അപ്പ്, അതിനെയാണ് നമ്മൾ ആ ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പെറ്റി ക്യാഷ് ബുക്കിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവും. എല്ലാ മാസം സ്റ്റാർട്ടിങ്ങിലും പെറ്റി ക്യാഷ് ബുക്കിൽ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യും. അത് 500 ആണെന്ന് വിചാരിക്കുക.
500 നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിൽ കീപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു മിനിമം ബാലൻസ്. ജനുവരി മന്തിൽ 200 രൂപ പെറ്റി ക്യാഷിൽ നിന്ന് എടുത്തിട്ട് സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി ബാലൻസ് 300 മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി 1 ആകുമ്പോഴേക്ക് പെറ്റി ക്യാഷ് ബുക്കിൽ 500 തന്നെ ബാലൻസ് വേണം. അപ്പോൾ എക്സ്ട്രാ 200 ടോപ്പപ്പ് ചെയ്യും. ഇതിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്, പെറ്റി ക്യാഷ് ബുക്ക്. പിന്നെ അവസാനത്തെ ഡേ ബുക്കാണ് ജേണൽ. മുകളിൽ പറഞ്ഞ ഡേ ബുക്സിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഡേ ബുക്കാണ് ജേണൽ, അല്ലേ? സോ ക്രെഡിറ്റ് പർച്ചേസ് ഡേ ബുക്കിൽ, ക്രെഡിറ്റ് സെയിൽസ് ഡേ ബുക്കിൽ, ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, ക്യാഷ് ബുക്കിൽ ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, പെറ്റി ക്യാഷ് ബുക്കിൽ സ്മോൾ ക്യാഷ് എക്സ്പെൻസസ്, ആൻഡ് മറ്റുള്ള ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത സകല ട്രാൻസാക്ഷൻസും ഇവിടെ റെക്കോർഡ് ചെയ്യാണ്, ജേണലിൽ റെക്കോർഡ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് റെക്കോർഡിങ്ങിൽ വരുന്നത്. എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഡേ ബുക്സിൽ അല്ലെങ്കിൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയണ്ടേ? വെറുതെ എഴുതി വെക്കലാണോ? അല്ല, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില റൂൾസ് ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള കാര്യത്തിന് തെളിവുണ്ടാവണം. ആ തെളിവ് വെച്ചിട്ടാണ് അക്കൗണ്ടന്റ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. അതിനെയാണ് സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നതിൻ്റെ തെളിവ്, ദ ഡോക്യുമെന്റ്സ് വിച്ച് സപ്പോർട്ട് എ ട്രാൻസാക്ഷൻ, അതിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ഡോക്യുമെന്റ്സ് നോക്കിയിട്ടാണ് അക്കൗണ്ടന്റിന് ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. അക്കൗണ്ടന്റ് ഒരു കമ്പനിയിൽ അയാളുടെ ക്യൂബിക്കിളിൽ ഇരിക്കുന്ന ഒരാളാണ്. പെർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പെർച്ചേസ് നടന്നെന്നോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെയിൽസ് നടന്നോ എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ല. ഇയാൾ അവിടെ പോകുന്നില്ല. അപ്പോൾ ഇയാൾക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ സെയിൽസ് നടന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുമാണ്, സെയിൽസ് ഓർഡറുമാണ്. പെർച്ചേസ് നടന്നു എന്നുള്ളതിൻ്റെ തെളിവുമാണ്, പെർച്ചേസ് ഓർഡറുമാണ്. റിസീവബിൾസിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്, ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ട് റിസീവബിൾസിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുണ്ട് എന്നുള്ളതിലൊരു ഒരു ഡോക്യുമെന്റ് വേണം, ഇൻവോയ്സ് വേണം. ക്യാഷ് കിട്ടി എന്നുള്ളതിന്റെ തെളിവായിട്ട് റിസീപ്റ്റ് ഉണ്ടാവും, അല്ലേ? അപ്പൊ ഈ പറയുന്ന സോഴ്സ് ഡോക്യുമെന്റ്സ് നോക്കിയിട്ടാണ് ഒരു അക്കൗണ്ടന്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ബുക്ക് കീപ്പർ, അക്കൗണ്ടന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ബുക്ക് കീപ്പറാണ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് അത് ചെയ്യുന്നത് ബുക്ക് കീപ്പറാണ്. അക്കൗണ്ടന്റ് പിന്നീടേ വരുള്ളൂ. അക്കൗണ്ടന്റിന്റെ വർക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, അല്ലെ? ബുക്ക് കീപ്പറാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ സോഴ്സ് ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ്, സോഴ്സ് ഡോക്യുമെന്റ്സ് നോക്കിയിട്ടാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, റിസീപ്റ്റ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അങ്ങനെ കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഈ ഡോക്യുമെന്റ്സ് നോക്കിയിട്ടാണ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പോഴും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റൂള് നമ്മൾ നോക്കിയിട്ടില്ല. റൂളിലേക്ക് പോവാണ്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഡബിൾ എൻട്രി കൺസെപ്റ്റ്. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു വശം മാത്രം പറഞ്ഞ് മറ്റേ വശം പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഐഡിയ കിട്ടത്തില്ല. സോ ആൾക്കാർക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ്റെ സകല വശങ്ങളും റെക്കോർഡ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് കാണിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഡബിൾ എൻട്രി കൺസെപ്റ്റ്. ഡബിൾ എൻട്രി കൺസെപ്റ്റ് പറയാണ് എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് സൈഡ് ഉണ്ട്, രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്, രണ്ട് വശങ്ങളുണ്ട്. ആ രണ്ട് വശങ്ങളും റെക്കോർഡ് ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് കാണുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ. ആ രണ്ട് സൈഡ്സിൻ്റെ പേരാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് വശങ്ങൾ, രണ്ട് സൈഡ്സ്, ആ രണ്ട് സൈഡ്സിൻ്റെ പേരാണ് എന്ത്? ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, അല്ലേ? ഇപ്പം ഞാൻ ഇതിൽ 1-2 എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. ഒരു ബുക്ക് കീപ്പർ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. സെന്റൻസ് ആയിട്ട് ഞാൻ എഴുതിയതാണ്. പർച്ചേസ് ഗുഡ്സ് $500 എന്നാണ് അയാൾ എഴുതിയത്. അപ്പൊ ഇത് വായിക്കുന്ന ആൾക്ക് കൺഫ്യൂഷനായി. ഇത് വായിക്കുന്ന ആൾക്ക് മനസ്സിലായി ഗുഡ്സ് വാങ്ങിച്ചു എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ അത് എങ്ങനെയാണ് വാങ്ങിച്ചത് എന്നുള്ള കാര്യം അവിടെ പറയുന്നില്ല. ഞാനിപ്പോൾ ഇത് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഒന്നും നോക്കുന്നില്ല. ഒരു സെന്റൻസ് ആയിട്ട് എഴുതാണെന്ന് വിചാരിക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് $500. ഗുഡ്സ് വാങ്ങിച്ചു 500. അപ്പൊ ഇത് കണ്ടപ്പോ
നമുക്ക് ഒരു ഡൗട്ട് വന്നില്ലേ, ഓക്കെ ഗുഡ്സ് വാങ്ങിച്ചു 500, ഓക്കെ പൈസ കൊടുത്താ അതോ ഇത് ക്രെഡിറ്റിനാണോ വാങ്ങിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൺഫ്യൂഷൻ ആവുകയാണ്. സാധനം എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് പറയുന്നില്ല, സാധനം വാങ്ങിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് $500. ഇപ്പം നമുക്ക് കാര്യം കുറച്ചുകൂടെ വ്യക്തമായി, ക്ലിയർ ആയി അല്ലേ. ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് കറക്റ്റാണ്. രണ്ട് സൈഡും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഗുഡ്സ് വാങ്ങിച്ചു, ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചു, രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുകയാണ് അല്ലേ. മൂന്നാമത്തത് നോക്കിയേ, മൂന്നാമത്തത് സാലറി 500 എന്ന് മാത്രം എഴുതി വെക്കുകയാണ്. അപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ. ഈ സാലറി കൊടുത്തോ അതോ കൊടുത്തില്ലേ, കൺഫ്യൂഷനായി അല്ലേ. നേരെ മറിച്ച് സാലറി 500 ക്യാഷ് പ്രകാരം കൊടുത്തു, ക്യാഷായി കൊടുത്തു എന്ന് എഴുതി വെക്കുവാണെങ്കിലോ അപ്പം നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. നമുക്ക് മനസ്സിലായിട്ടുണ്ട് സാലറി 500 വന്നിട്ടുണ്ട്, അത് ക്യാഷ് പ്രകാരം കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഗുഡ്. ഇതാണ് ഡബിൾ എൻട്രി കൺസെപ്റ്റും പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് എഴുതുക. ഒരു ട്രാൻസാക്ഷന് 2 വശങ്ങളുണ്ട്, ആ 2 വശങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ക്ലിയർ പിക്ചർ കിട്ടുള്ളൂ. പിന്നെ ആ 2 വശങ്ങൾക്ക് അവർ പേരൊക്കെ ഇട്ടതാണ്, ഡെബിറ്റ് ക്രെഡിറ്റ്, അങ്ങനെ പേരിട്ടു. നല്ല പേരല്ല, ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലേ. ആൻഡ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിന്റെ കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡബിൾ എൻട്രി കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കി, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇനി നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പോവാം. അടുത്ത സ്റ്റെപ്പ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെ റെക്കോർഡ് ചെയ്യുക, ഡേ ബുക്കിൽ. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോവാണേ. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ആ ട്രാൻസാക്ഷനിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം നോക്കണം. ആ ട്രാൻസാക്ഷനിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം, എന്നാലേ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. എലമെന്റ്സിനെ നമുക്ക് 5ആയിട്ടോ 6ആയിട്ടോ ക്ലാസിഫൈ ചെയ്യാം അല്ലേ. എസെറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. സോൾ ട്രേഡർ ആണെങ്കിൽ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കമ്പനി ആണെങ്കിൽ ഡ്രോയിങ്സ് ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു ട്രാൻസാക്ഷനിൽ 2 സൈഡ് ഉണ്ട്, അപ്പോൾ 2 എലമെന്റ്സ് ഉണ്ടാവും. ആ 2 എലമെന്റ്സ് ഒന്നിക്കൽ സെയിം എലമെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ ആദ്യം എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം. എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ, അതിനുശേഷം മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എലമെന്റ്സ് ഏതൊക്കെയാണ്? എസെറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ. എസെറ്റ് എന്താണ് ഈ എസെറ്റ്? നമ്മുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട്, ആ ഐറ്റത്തിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ ആ ഐറ്റത്തിനെ നമുക്ക് എസെറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യണം, ആ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് കാരണം നമുക്ക് അതിൽ നിന്ന് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടും. ഒന്നിക്കൽ ആ ഐറ്റം യൂസ് ചെയ്താൽ ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ആ ഐറ്റം സെല് ചെയ്താൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഐറ്റത്തിനെ നമുക്ക് എസെറ്റ് എന്ന് പറയാം. ഒരു ഡെഫിനേഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ IFRS ഡെഫിനേഷനാണ്. അതായത് CA സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്ന ഡെഫിനേഷനാണ്. സംഭവം എസെറ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു വെച്ചാൽ മതി അല്ലേ. എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്, ആ ഐറ്റത്തിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ മാത്രമേ ആ ഐറ്റത്തിനെ നമുക്ക് എസെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്, ആ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടും. ഒന്നിക്കൽ ആ ഐറ്റം യൂസ് ചെയ്താൽ ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ആ ഐറ്റം സെല് ചെയ്താൽ ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എസെറ്റ് എന്ന് പറയും അല്ലേ. എക്സാമ്പിൾസ് മെഷീൻ, ക്യാഷ്, റിസീവബിൾസ്, ലാൻഡ്, ബിൽഡിംഗ്, ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കോമൺ സ്വഭാവം എന്താണ്? ഇതൊക്കെ വെച്ചിട്ട് കമ്പനിക്ക്, ബിസിനസ്സിന് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടും. ഒന്നിക്കൽ ഈ ഐറ്റം യൂസ് ചെയ്തിട്ട് ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഈ ഐറ്റം സെല് ചെയ്തിട്ട് ബെനിഫിറ്റ് കിട്ടും. എസെറ്റിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിക്സഡ് എസെറ്റ് ആൻഡ് കറണ്ട് എസെറ്റ്, അല്ലെങ്കിൽ നോൺ കറണ്ട് എസെറ്റ് ആൻഡ് കറണ്ട് എസെറ്റ്.
നമ്മൾ മോർ ദാൻ 1 ഇയർ യൂസ് ചെയ്യുന്ന അസറ്റിനെയാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. വിത്തിൻ 1 ഇയർ യൂസ് ചെയ്യുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്. മോർ ദാൻ 1 ഇയർ എടുത്തിട്ട് നമുക്ക് ബെനിഫിറ്റ്സ് തരുന്ന അസറ്റ്സിനെ നോൺ കറണ്ട് അസറ്റ് എന്നും വിത്തിൻ 1 ഇയർ നമുക്ക് ബെനിഫിറ്റ്സ് തരുന്ന അസറ്റ്സിനെ കറണ്ട് അസറ്റ്സ് എന്നും നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നോൺ കറണ്ട് എക്സാമ്പിൾ ബിൽഡിംഗ്, മെഷീൻ, ഇതൊക്കെ മോർ ദാൻ 1 ഇയർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ വിത്തിൻ 1 ഇയർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ക്യാഷ്, സ്റ്റോക്ക്, ഇൻവെന്ററി. സ്റ്റോക്ക്, നമുക്ക് സ്റ്റോക്ക് എന്താണെന്നുള്ള കാര്യം അറിയാം. റീസെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറയും. രണ്ടാമത്തെ എലമെന്റ് ആണ് എക്സ്പെൻസ്. നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന എമൗണ്ട്സ് ആണ് എക്സ്പെൻസ്. നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, അതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻസിന് ഒരു പ്രത്യേകതയുണ്ട്, ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടൂല. നമ്മുടെ കമ്പനി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണ്, ആ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് അതിൽ നിന്ന് ഫ്യൂച്ചറിൽ യാതൊരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ലെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻസ് എന്നാണ് പറയുക. എക്സ്പെൻസ്. റെന്റ് കൊടുത്തത് കാരണം എംപ്ലോയീസ് ഫ്യൂച്ചറിൽ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് തരൂ? ഇല്ല, ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഇല്ല, എക്സ്പെൻസ് ആണ്. സാലറി, മെയിൻ്റനൻസ്, റിപ്പയർസ്, പെർച്ചേസ്, ഇതൊക്കെ എക്സ്പെൻസ് ആണ്. പെർച്ചേസ്, അതെന്താണത്? പെർച്ചേസ് റീസെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട്, മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ പെർച്ചേസ് എന്നാണ് പറയുക. അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ അതേ സാധനം കസ്റ്റമേഴ്സിന് വിൽക്കുന്ന സമയത്ത് അതിനെ സെയിൽസ് എന്ന് പറഞ്ഞ്, ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അതിന്റെ ഡിഫറൻസ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പെർച്ചേസിന് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. സോ റീസെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി കുറച്ച് ഗുഡ്സ് വാങ്ങിക്കുകയാണ്. അതിനെ പെർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. പെർച്ചേസ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ അസറ്റും എക്സ്പെൻസും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് അറിയൂ? സിമിലാരിറ്റി ഉണ്ടോ? ഡിഫറെന്റ് അല്ലേ? സിമിലാരിറ്റിയും ഉണ്ട്, ഡിഫറൻസും ഉണ്ട് അല്ലേ? സിമിലാരിറ്റിയും ഉണ്ട്, ഡിഫറൻസും ഉണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ കമ്പനി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്, അതിൽ നിന്ന് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ ആ എമൗണ്ടിനെ എസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടി വരും. ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ അതിനെന്തെന്ന് പറഞ്ഞ് കാണിക്കേണ്ടി വരും? എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടി വരും. അതൊരു ഡിഫറൻസ് ആണ്. അപ്പൊ എസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്പെൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എസറ്റിന്റെ ഓപ്പോസിറ്റ് ലാബിലിറ്റി ആണെന്ന് പറയുന്നത് അത് വൺ വേ ഓഫ് തിങ്കിങ് ആണ്. എസറ്റിന്റെ ഓപ്പോസിറ്റ് എക്സ്പെൻസ് ആണെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് വേ ഓഫ് ഷോയിങ് തിങ്സ്. നമ്മുടെ കമ്പനി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്, ആ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് കാരണം നമ്മുടെ കമ്പനിക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്സ് കിട്ടുകയാണ്. റെക്കോർഡ് ഇറ്റ് ആസ് എൻ അസറ്റ്. അപ്പൊ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിലോ? റെക്കോർഡ് ഇറ്റ് ആസ് എൻ എക്സ്പെൻസ് അല്ലേ? സോ എസറ്റും എക്സ്പെൻസും നമ്മൾ സെയിം സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. സാധനം സെയിം ആണ്, പക്ഷെ സെയിം സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. എസറ്റും എക്സ്പെൻസും നമ്മൾ സെയിം സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ നമ്മുടെ കമ്പനി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്, അതിൽ നിന്ന് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല, എക്സ്പെൻസ്, റെക്കോർഡ് ഇറ്റ് ഇൻ ദി ഡെബിറ്റ് സൈഡ്. നമ്മുടെ കമ്പനി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്, അതിൽ നിന്ന് നമ്മുടെ കമ്പനിക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടും, എസെറ്റ്, റെക്കോർഡ് ഇറ്റ് ഇൻ ദി ഡെബിറ്റ് സൈഡ്. രണ്ടും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. പക്ഷെ ഒരെണ്ണം എസെറ്റ് ആണ്, ഒരെണ്ണം എക്സ്പെൻസ് ആണ്. ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ എസെറ്റ് ആണ്, ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. രണ്ട് എലിമെന്റ്സ് നോക്കിയല്ലേ? മൂന്നാമത്തേലേക്ക് പോവാം. ഇൻകം. These are the amount earned by the entity from its operations. കമ്പനി അവരുടെ ഓപ്പറേഷൻസ് നടത്തിയിട്ട്, ബിസിനസ് അവരുടെ ഓപ്പറേഷൻസ് നടത്തിയിട്ട് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം അല്ലെ? സെയിൽസ്, കമ്മീഷൻ, റെന്റ് റിസീവ്ഡ്, ഇതൊക്കെ ഇൻകമാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകമാണ്. ഇൻകത്തിന് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഒരു കമ്പനിയുടെ നോർമൽ ആക്ടിവിറ്റി എന്താണോ
അത് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകത്തിനെയാണ് ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. സെയിൽസ് ഡയറക്റ്റ് ഇൻകത്തിന്റെ എക്സാമ്പിൾ ആണ്. ഒരു സോപ്പ് സെല്ലിംഗ് ബിസിനസ്, സോപ്പ് വിറ്റിട്ട് കിട്ടുന്ന ഇൻകം ഡയറക്റ്റ് ഇൻകം ആണ്. ഒരു കമ്പനിക്ക് അവരുടെ അതർ ആക്ടിവിറ്റീസിൽ നിന്ന്, മറ്റുള്ള നോൺ കോർ ആക്ടിവിറ്റീസിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയും. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, അതൊക്കെ മറ്റുള്ള ആക്ടിവിറ്റീസ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയും. ഇൻകം. ലാബിലിറ്റി, അടുത്ത എലിമെന്റ് ലാബിലിറ്റി ആണ് അല്ലേ? These are the obligations to pay some amount in the future. നമ്മുടെ കമ്പനിക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ബാധ്യത, കടം. ആ കടം ഫ്യൂച്ചറിൽ വീട്ടണം. ഫ്യൂച്ചറിൽ ആ കടം വീട്ടുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അങ്ങനെയാണെങ്കിൽ അത് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി. സോ ഒബ്ലിഗേഷൻ ഉണ്ടാവണം, ക്യാഷ് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് നമ്മൾ ലാബിലിറ്റി എന്ന് പറയൂ. ലാബിലിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കറന്റ് ലാബിലിറ്റി ആൻഡ് നോൺ കറന്റ് ലാബിലിറ്റി. ദ ലാബിലിറ്റീസ് വിച്ച് വിൽ ബി സെറ്റിൽഡ് ഇൻ മോർ ദാൻ 1 year നോൺ കറന്റ് ലാബിലിറ്റി ആണ്. ആൻഡ് ദ ലാബിലിറ്റീസ് വിച്ച് വിൽ ബി സെറ്റിൽഡ് വിത്തിൻ 1 year അത് കറന്റ് ലാബിലിറ്റി ആണ്. പേയബിൾസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റ് സെയിൽ നടത്തുക, ക്രെഡിറ്റ് പർച്ചേസ് നടത്തുകയാണ്. സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് പർച്ചേസ് നടത്തുകയാണ്, പൈസ കൊടുക്കുന്നില്ല. So there is an obligation. ഫ്യൂച്ചറിൽ പൈസ കൊടുക്കണം, ഒബ്ലിഗേഷൻ ഉണ്ട്, ലാബിലിറ്റി ആണ്. വിത്തിൻ 1 year കൊടുക്കണം. അതുകൊണ്ടാണ് പേയബിൾസ് കറന്റ് ലാബിലിറ്റി ആവും അല്ലെ? അപ്പൊ ലാബിലിറ്റി നോക്കി. ഇത് കൂടാതെ an increase in asset or a decrease in liability can be recorded as an income. ഇൻകത്തിന് വേറൊരു മീനിങ്ങും കൂടിയുണ്ട് അല്ലെ? If there is an increase in asset or if there is a decrease in liability, അതിന് നമുക്ക് ഇൻകം ആയിട്ട് റെക്കോർഡ് ചെയ്യാം. നമ്മുടെ അസറ്റിന്റെ വില വെറുതെ കൂടുകയാണ്. നമ്മൾ അസറ്റ് പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല, ബട്ട് അസറ്റിന്റെ വാല്യൂ കൂടുകയാണ്. an increase in asset അത് ഇൻകം ആണ്. നമ്മൾ ലാബിലിറ്റി സെറ്റിൽ ഒന്നും ചെയ്യുന്നില്ല, ബട്ട് നമ്മുടെ ലാബിലിറ്റിയുടെ എമൗണ്ട് വാല്യൂ കുറയുകയാണ്. a decrease in liability ഇൻകം ആണ്. ഇൻകം അല്ലേ? അതുപോലെ തന്നെ എക്സ്പെൻസിന്റെ കേസിലും an increase in liability or a decrease in asset is an expense. a decrease in asset, നമ്മൾ അസറ്റ് വിൽക്കുന്നൊന്നുമില്ല, പക്ഷേ അസറ്റിന്റെ വില കുറയുകയാണ്. a decrease in asset. ഡിപ്രിസിയേഷൻ അതിന്റെ എക്സാമ്പിൾ ആണ്, എക്സ്പെൻസ് അല്ലേ? an increase in liability, നമ്മൾ പുതുതായിട്ട് ലാബിലിറ്റീസ് ഒന്നും ഇൻകർ ചെയ്യുന്നില്ല, ബട്ട് എക്സിസ്റ്റിംഗ് ലാബിലിറ്റീസിന്റെ വാല്യൂ കൂടുകയാണ്. Record it as an expense. Increase in value of the provision, it is an expense. അപ്പോൾ 4 എലിമെന്റ്സ് ആയിട്ടുണ്ട്. 4 എലിമെന്റ്സ് ആയിട്ടുണ്ട്. അഞ്ചാമത്തെ എലിമെന്റ് ആണ് assuming this is a sole trader business, capital. ബിസിനസ്സിലേക്ക് ഓണേഴ്സ് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ. ബിസിനസ്സിന് ആ പൈസ ഓണർക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ള യാതൊരു ഒബ്ലിഗേഷനും ഇല്ല. അതുകൊണ്ടാണ് അതിന് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പനിയുടെ കേസിലാണെങ്കിൽ ഇതിന് ഇക്വിറ്റി എന്ന് പറയും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ? സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാബിലിറ്റി ആൻഡ് ഇക്വിറ്റി? ഇഫ് ദ കമ്പനി ഗെറ്റ് സം മണി വിച്ച് ഷുഡ് ബി റീപെയ്ഡ്, ഇറ്റ് ഈസ് എ ലാബിലിറ്റി. And if the company is getting some money which need not be repaid, it can be recorded as capital or equity. അപ്പോൾ ഡ്രോയിങ്സ് എന്താണ്? ബിസിനസ്സിൽ നിന്ന് ഓണേഴ്സ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും. കമ്പനിയുടെ കേസിൽ ഡ്രോയിങ്സ് ഇല്ല, കമ്പനിയുടെ ഡിവിഡൻഡ് ആണ്. സോൾ ട്രേഡർ കേസിലാണ് എന്ത് വരിക? ഡ്രോയിങ്സ് വരിക. സോ ഞാൻ നേരത്തെ എസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതാണ് സിമിലാരിറ്റി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ പറയും ലാബിലിറ്റിയും ഇൻകവും ക്രെഡിറ്റ് ചെയ്യും. ഇഫ് യു ഇൻകർ ലാബിലിറ്റി, ക്രെഡിറ്റ് ഇറ്റ്. ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻ ഇൻകം, ക്രെഡിറ്റ് ഇറ്റ്. രണ്ടും ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ക്രെഡിറ്റ് സൈഡ്. Asset and expense, debit side, that is a similarity. Liability and income, credit side, that is the similarity.
So okay, this is something which I do with the 12th standard students who are new to ACCA. When I take the foundation level paper for accounting, so this is not required for you because you are big guns, big guns, qualified or soon to be qualified chartered accountants, so you don't need that. Okay, basically you might be thinking, okay, we don't need this also, but still we'll sit, right? So what is the rule of double entry? Dead click. So you will debit expense, asset and drawings if it is increasing. Expense കൂടുകയാണ്, ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കൂടുകയാണ്, ഡെബിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് കൂടുകയാണ്, ഡെബിറ്റ് ചെയ്യുക. ഡെഡ് ക്ലിക്ക്, ഡെറ്റ്, ഡെബിറ്റ്, എക്സ്പെൻസ്, അസറ്റ്, ഡ്രോയിങ്സ്. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഡ്രോയിങ്സ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ കുറയുകയാണെങ്കിലോ ജസ്റ്റ് ദി ഓപ്പോസിറ്റ്, യു വിൽ ക്രെഡിറ്റ് ഇറ്റ്, അല്ലേ? കൂടിയ സാധനമല്ലേ പിന്നീട് കുറയുള്ളൂ. ആദ്യം തന്നെ ഒരു സാധനം കുറയാനൊന്നും പോകുന്നില്ലല്ലോ. അസറ്റ് കൂടുകയാണ്, കൂടിയ സാധനം പിന്നീട് കുറയുകയാണ്, അല്ലേ? സോ എക്സ്പെൻസും അസറ്റും ആദ്യം ഡെബിറ്റ് ആണ് ചെയ്യുക. എക്സ്പെൻസും അസറ്റും നോർമലി ഇൻക്രീസ് ആണ് ചെയ്യുക. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പം ക്ലിക്ക് എന്താണ്? യു ആർ ഗോയിങ് ടു ക്രെഡിറ്റ് ദി ലയബിലിറ്റി, ഇൻകം ആൻഡ് ക്യാപിറ്റൽ. ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഈ ഒരു റൂള് മാത്രം നമുക്ക് മതി ഡബിൾ എൻട്രി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര കൊണ്ടുള്ളൂ. അക്കൗണ്ടിങ്സ് കഴിഞ്ഞു. ഓക്കെ, ബൈ, ടാറ്റ, അല്ലേ? ഇനി ഇത് വേറെ പല രീതിയിൽ എഴുതി കൊണ്ടുപോക്കാണ്, ആളെ പറ്റിക്കലാണ്. സാധനമായിട്ടുണ്ട്. സാധനമായി. എക്സ്പെൻസും അസറ്റും ഡ്രോയിങ്സും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ആദ്യം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് വിച്ച് യു ആർ ഗോയിങ് ടു ഡു. പിന്നീട് അത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. സോ ആദ്യം ഡെബിറ്റ്, പിന്നെ മാത്രമേ ക്രെഡിറ്റ് വരൂ. ആദ്യം അത് ഇൻക്രീസ് ചെയ്യും, അപ്പോൾ ഡെബിറ്റ് ചെയ്യുക. പിന്നീട് ഇത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്തു. ഡിക്രീസ് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. സോ വാട്ട് അബൌട്ട് ലയബിലിറ്റി, ഇൻകം ആൻഡ് ക്യാപിറ്റൽ? ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് യു വിൽ ക്രെഡിറ്റ് ഇറ്റ്, അല്ലേ? ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ക്രെഡിറ്റ് ചെയ്യണം. അത് ആദ്യം ഇൻക്രീസ് ആണ് ചെയ്യുക, അപ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യാതെ. ക്രെഡിറ്റേ ചെയ്യുള്ളൂ. പിന്നെ അഥവാ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് കുറയുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. കുറയുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യുന്നു. സോ ഡെഡ് ക്ലിക്ക്, ഡെബിറ്റ് എക്സ്പെൻസ് അസറ്റ് ഡ്രോയിങ്സ്, ക്രെഡിറ്റ് ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. അപ്പോൾ റൂള് പഠിച്ച് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആയി, റെക്കോർഡിങ് കംപ്ലീറ്റ് ആയി. ഇനി എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല, അല്ലേ? റെക്കോർഡിങ്ങിൽ ഒരു കുറച്ച് കാര്യങ്ങളും നമുക്കൊന്ന് റെക്കോർഡ് ചെയ്താൽ. കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാണ്. ഇത് ആ ഒരു ബൈ ഹാർട്ട് മോഡിൽ നമ്മൾ ഇത് നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിച്ച റൂൾ അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ ഡബിൾ എൻട്രി കാണിക്കുന്ന സമയത്ത് ഇന്റർനാഷണലി ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. എന്താണ്? അക്കൗണ്ട് ഡെറ്റർ ടു, അല്ലേ? ഡെബിറ്റ് അക്കൗണ്ട് ടു ക്രെഡിറ്റ് അക്കൗണ്ട് അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ബട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അല്ലേ? ഇപ്പം നമുക്കറിയാം അക്കൗണ്ടിങ് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ബുക്ക് കീപ്പിംഗ് ഒക്കെ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യലൊക്കെ കമ്പ്യൂട്ടർ ചെയ്തോളും. നമ്മളിത് ഇരുന്ന് മുമ്പത്തെ പോലെ എഴുതിയൊന്നും വേണ്ട. മുമ്പ് വലിയ ലെഡ്ജറിലാണ്, മുമ്പ് വലിയ ഒരു ബുക്കിൽ എന്താ പറയുക, ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ബുക്കാണ്, അതിലിങ്ങനെ എഴുതി വെക്കല. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ കമ്പ്യൂട്ടർ ചെയ്തോളും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പക്ക ഫോർമാറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ്. ഞാൻ ജസ്റ്റ് ഡെബിറ്റ്, ക്രെഡിറ്റ് അങ്ങനെ പറഞ്ഞിട്ട് കാണിക്കും. എന്താണ് ഡെബിറ്റിൽ വരിക, എന്താണ് ക്രെഡിറ്റിൽ വരിക, അത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ഒന്നാമത്തെ ട്രാൻസാക്ഷനാണ്. ബ്രോട്ട് ക്യാപിറ്റൽ ഇൻ ടു ദി ബിസിനസ് ബൈ ക്യാഷ്. സി,
നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസിന്റെ വ്യൂ പോയിന്റിലാണ്. ബിസിനസ് എന്ത് ചെയ്യുന്നു, ബിസിനസ്സിന് ക്യാഷ് കിട്ടിയോ, ബിസിനസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയോ, ആ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിവിടെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. സോ ബിസിനസിന്റെ വ്യൂ പോയിന്റിൽ നോക്കുവാണെങ്കിൽ ബിസിനസ്സിന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ബിസിനസ്സിന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം ക്യാഷ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അല്ലേ കൺഫ്യൂഷൻ ആവും. ഇത് എന്തിന് കിട്ടി, ആര് തന്നു, ഇത് വീണ് കിട്ടിയതാണോ അല്ലേ, അതോ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയതാണോ, അതോ വെറുതെ കിട്ടിയതാണോ, കടം വാങ്ങിച്ചതാണോ, ഓണേഴ്സ് തന്നതാണോ, അത് പറയണം. അപ്പോഴാണ് ഡബിൾ എൻട്രി കൺസെപ്റ്റ് റെഡി ആവുക അല്ലേ. സോ ക്യാഷ് കിട്ടി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതെങ്ങനെ കിട്ടി എന്നുള്ള കാര്യം കൂടി പറയണം. എങ്ങനെയാണ് കിട്ടിയത്? ഓണേഴ്സ് തന്നതാണ്. ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ക്യാഷ് കിട്ടി, ഓണേഴ്സ് തന്നു അല്ലേ. ഇനി നമ്മൾ എലമെന്റ് ഐഡന്റിഫൈ ചെയ്യണം. എലമെന്റ് ക്യാഷ് ഈസ് എൻ അസെറ്റ്. ഓണേഴ്സ് ഫണ്ട് കൊണ്ടുവരാണെങ്കിൽ അതിന് ക്യാപിറ്റൽ എന്നാണ് പറയുക. അപ്പൊ എലമെന്റ് ഐഡന്റിഫൈ ചെയ്തു. ഇനി ബിസിനസിന്റെ വ്യൂ പോയിന്റിൽ ഈ എലമെന്റ്സ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ള കാര്യം പറയണം. ബിസിനസ്സിന് ക്യാഷ് കിട്ടിയാൽ ആ ക്യാഷ് എന്ന് പറയുന്ന അസെറ്റ് ബാലൻസ് ഇൻക്രീസ് ആവും. ബിസിനസ്സിലേക്ക് ഓണേഴ്സ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ക്യാപിറ്റൽ കൂടും. ബിസിനസ്സിന് ഓണേഴ്സിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ. അപ്പം ഓണേഴ്സ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നോറും ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുക. ക്യാപിറ്റൽ കുറയാന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ഉണ്ട്, മേ ബി ബിസിനസ്സിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഡ്രോയിങ്സ് എന്ന് പറയും അല്ലേ. ക്യാപിറ്റൽ അപ്പോൾ കുറയുന്ന സംഭവമില്ല, ക്യാപിറ്റൽ കൂടെ മാത്രമേ ചെയ്യൂ. നോർമലി ക്യാപിറ്റൽ കൂടെ മാത്രമേ ചെയ്യൂ. ഇൻക്രീസ്. ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാം അല്ലേ. അസെറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെഡ് ക്ലിക്ക്. അസെറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് അസെറ്റ്. അസെറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. അസെറ്റ് എക്സ്പെൻസ് ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ അസെറ്റിന്റെ പേര് എഴുതണം. അസെറ്റിന്റെ പേര് അത് നിർബന്ധമാണ്. അസെറ്റിന്റെ പേര് എഴുതിയാൽ മാത്രം അത് പ്രോപ്പർ ആവും അല്ലേ. സോ ഡെബിറ്റ് ക്യാഷ് 10,000 അല്ലേ. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ക്യാപിറ്റൽ ഇൻകം, ക്യാപിറ്റൽ ആൻഡ് ഇൻകം ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻകം ആൻഡ് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ വരും. So this is how we record the transaction. So if you are able to understand this and do this, which you had already done, അല്ലേ, നിങ്ങൾക്കിത് അറിയാം. എന്നാലും ചെറിയൊരു കൺഫ്യൂഷന്റെ പുറത്ത് മാത്രമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു 3-4 ട്രാൻസാക്ഷൻസ്, കുറേയൊന്നുമില്ല. I'm not going to take you back to the foundation level classes because that is not required. I'll just speak these things and we'll wind this session. I'll ask Lakshya to keep up the videos in our YouTube channel. It won't be removed. Okay, so if you have friends who have interviews coming up, they can just come and see. These things you know, but still you can come and see. Purchased goods for cash 3,000. അതാണ് രണ്ടാമത്തെ എൻട്രി. So we are going to write it, right? Okay. നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു. എങ്ങനെ വാങ്ങിച്ചു? ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചു. അതാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. കവലയിൽ അനാദിക്കട നടത്തുന്ന, പലചരക്ക് കട നടത്തുന്ന കണാരേട്ടൻ്റെ കയ്യിൽ നിന്ന് 3000 രൂപ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിച്ചു. അതാണ് നമ്മൾ എഴുതുന്നത്. ഗുഡ്സ് വാങ്ങിച്ചു, ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചു. എന്തിനാണ് ഗുഡ്സ് വാങ്ങിച്ചത്? റീസെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. റീസെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ പർച്ചേസ് എന്നാണ് പറയുക. പർച്ചേസിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. പർച്ചേസ് ഈസ് എൻ എക്സ്പെൻസ്. ക്യാഷ് എന്താണ്? ഓഫ് കോഴ്സ് ക്യാഷ് ഈസ് എൻ അസെറ്റ്.
ഇനി ഇത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ള കാര്യം നോക്കണം. ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് ഡെഫിനറ്റ്ലി കുറയും. സോ ക്യാഷ് ഈസ് ഗോയിങ് ടു ഡിക്രീസ് അല്ലേ. പർച്ചേസ് ഓർ എക്സ്പെൻസ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നോറും നമ്മുടെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലവ് എക്സ്പെൻസ് അത് കൂടേ ചെയ്യുള്ളൂ, എക്സ്പെൻസ് കൂടേ ചെയ്യുള്ളൂ അല്ലേ. നമ്മൾ സാധനം വാങ്ങിച്ചു എക്സ്പെൻസ് കൂടി, വീണ്ടും സാധനം വാങ്ങിച്ചു എക്സ്പെൻസ് കൂടി, വീണ്ടും സാധനം വാങ്ങിച്ചു എക്സ്പെൻസ് കൂടി. നമ്മൾ സാധനം വാങ്ങിക്കുന്നില്ല, അപ്പോൾ അത് റെക്കോർഡ് ചെയ്യണം. വാങ്ങിച്ചാൽ റെക്കോർഡ് ചെയ്യണം, എക്സ്പെൻസ് കൂടും. അപ്പോൾ എക്സ്പെൻസ് കൂടുകയാണ്, ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മളിത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ആയിട്ട് റെക്കോർഡ് ചെയ്യണം അല്ലേ. എസറ്റ് കുറഞ്ഞു, എസറ്റ് കുറഞ്ഞാൽ എസറ്റും എക്സ്പെൻസും ഡ്രോയിങ്സും കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, അപ്പോൾ കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ എസറ്റ് കാണിക്കും, എസറ്റിന്റെ പേര് ക്യാഷ്. എക്സ്പെൻസ് കൂടിയാൽ റിമെമ്പർ ദി ഡെറ്റ് ക്ലിക്ക് അല്ല, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ അല്ലേ. സിമ്പിൾ സിമ്പിൾ. എത്രയുണ്ട്? 5. മൂന്നാമത്തത് purchased machine for cash. മെഷീൻ വാങ്ങിച്ചു, അതാണ് നമ്മൾ പറയുന്നത്. മെഷീൻ വാങ്ങിച്ചു, ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. മെഷീൻ എസറ്റ് ആണ്, ക്യാഷും എസറ്റ് ആണ്. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് എന്ന് പറയുന്ന എസറ്റ് കുറയും. മെഷീൻ വാങ്ങിക്കുന്നോറും മെഷീൻ എന്ന് പറയുന്ന എസറ്റ് കൂടും. അങ്ങനെയാണ് നമ്മളതിനെ നോക്കുക അല്ലേ. എങ്ങനെയാണ് നമ്മളതിനെ നോക്കുക? കൂടുന്ന എസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അപ്പം മെഷീനിനെ ഡെബിറ്റ് ചെയ്യണം. കുറയുന്ന എസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ലേ. വാട്ട് ഈസ് ദി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പൊ നമ്മൾ പറയാണ് ഗുഡ്സ് വിറ്റു, ക്യാഷ് കിട്ടി. അങ്ങനെയാണ് നമ്മൾ പറയുക. ഗുഡ്സ് വിറ്റപ്പോൾ ക്യാഷ് കിട്ടി, അങ്ങനെയാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുക. ക്യാഷ് അത് ഒരു എസറ്റാണ്. റീസെല്ലിംഗ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ച ഗുഡ്സ് നമ്മൾ കസ്റ്റമേഴ്സിന് വിൽക്കുവാണെങ്കിൽ അതിനെ സെയിൽസ് എന്നാണ് പറയുക. സെയിൽസ് ഒരു ഇൻകമാണ്, സെയിൽസ് ഒരു ഇൻകമാണ്. നമ്മൾ സാധനം വിറ്റപ്പോൾ ക്യാഷ് കിട്ടി, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കൂടുകയാണ്. നമ്മൾ സാധനം, നമ്മുടെ ബിസിനസ് സാധനം വിൽക്കുന്നതോറും നമുക്ക് അത് ഇൻകമാണ്, ഇൻകം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധനം വിറ്റു, ഇൻകം കൂടി. സാധനം വീണ്ടും വിറ്റു, വീണ്ടും ഇൻകം കൂടി. സാധനം വീണ്ടും വിറ്റു, വീണ്ടും ഇൻകം കൂടി. സാധനം വിൽക്കുന്നില്ല, അത് റെക്കോർഡ് ചെയ്യണ്ട അല്ലേ, റെക്കോർഡ് ചെയ്യണ്ട. അപ്പോൾ ഇൻകം കുറയാന്ന് പറയുന്ന സിറ്റുവേഷൻ നോർമലി ഇല്ല, ഇൻകം കൂടുകയാണ് ചെയ്യുക. സാധനം വിൽക്കുന്നതോറും ഇൻകം കൂടും. ഇൻകം കൂടുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻകത്തിന്റെ ഡിഫോൾട്ട് പ്ലേസ് ക്രെഡിറ്റ് സൈഡിലാണ്. ഇൻകത്തിന്റെ പേര് എഴുതുക, സെയിൽസ്. അപ്പൊ എക്സ്പെൻസിന്റെയും എസറ്റിന്റെയും ഡിഫോൾട്ട് പ്ലേസ് ഡെബിറ്റ് സൈഡിലാണ്. ഇൻകം, ക്യാപിറ്റൽ, ലാബിലിറ്റിയുടെ ഡിഫോൾട്ട് പ്ലേസ് ക്രെഡിറ്റ് സൈഡിലാണ്. അതിനെ ചിന്തിച്ചാൽ മതി. എക്സ്പെൻസ് എന്ന് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്തോളൂ, ഇൻകം എന്ന് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ചെയ്തോളൂ അല്ലേ. അപ്പൊ എസറ്റ് ഇൻക്രീസ് ചെയ്യാണ്, എസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം ക്യാഷ്. അല്ലേ. വൺ മോർ, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഇതെങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ബിസിനസ് സാധനം വിറ്റു, പൈസ കിട്ടിയില്ല, കടം. അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. സാധനം വിറ്റു, ഇന്നാക്ക് വിറ്റു, പക്ഷേ പൈസ കിട്ടിയിട്ടില്ലേ. അങ്ങനെയാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുക. അല്ലേ. സാധനം വിറ്റ് കഴിഞ്ഞാൽ, റീസെല്ലിംഗ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ച ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ
അതിനെ സെയിൽസ് എന്നാണ് പറയുക. സെയിൽസ് ഒരു ഇൻകം ആണ്. നമ്മൾ സെയിൽസ് നടത്തുന്നോറും നമ്മുടെ ഇൻകം കൂടും. കടത്തിന് സാധനങ്ങൾ വിറ്റിട്ട് കിട്ടാനുള്ള എമൗണ്ടിനെ നമ്മൾ റിസീവബിൾസ് എന്നാണ് പറയുക. റിസീവബിൾസ്, അല്ലെങ്കിൽ ഇതിന് ഡെറ്റേഴ്സ് എന്ന് പറയാറുണ്ട്. ഡെറ്റേഴ്സ്, റിസീവബിൾസ് സെയിം ആണ്. ഇത് കിട്ടാനുള്ള പൈസയാണ്, ഫ്യൂച്ചറിൽ കിട്ടാനുള്ള പൈസയാണ്, ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ട്. സോ ദിസ് ഈസ് എൻ എസെറ്റ്. കടത്തിന് സാധനങ്ങൾ വെക്കുന്ന സമയത്ത് കിട്ടാനുള്ള പൈസ, അതായത് റിസീവബിൾസ് കൂടും അല്ലെ. ഇനി നമ്മൾ കുറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻകം കണ്ടാൽ അതിനെ ക്രെഡിറ്റ് ചെയ്തോളൂ. നോർമലി ഇൻകം ഈസ് ക്രെഡിറ്റഡ്. എസെറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ എസെറ്റ് കാണിക്കുക. എസെറ്റിന്റെ പേരെന്താണ്? റിസീവബിൾസ്. So this is how we record transactions in the day book using the double entry concept. We just learned the double entry concept. We just brushed up the double entry concept. That's all. Learned എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവമാണ്. അപ്പോൾ റെക്കോർഡിംഗ് കഴിഞ്ഞു. റെക്കോർഡിംഗ് ഈസ് ഡൺ. റെക്കോർഡിംഗ് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്ത സാധനം വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ പുതുതായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ ട്രാൻസാക്ഷൻസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരേപോലെയുള്ള സാധനങ്ങൾ പല ഏരിയാസിലായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ്, ടോട്ടൽസ് കാണാൻ കഴിയത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഒരുമിച്ച് കാണിക്കുകയാണ്. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുക ലെഡ്ജർ വരച്ചിട്ടാണ്. ലെഡ്ജർ ഇതിന് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയും. ബിക്കോസ് ഡേ ബുക്ക് എന്ന ട്രാൻസാക്ഷൻ നമ്മൾ ലെഡ്ജറിലേക്ക് വേറെ രീതിയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ലെഡ്ജർ പോസ്റ്റിംഗ്. നമ്മൾ ടി അക്കൗണ്ട് വരച്ചിട്ടാണ്, ടി ഷേപ്പിലുള്ള ഒരു അക്കൗണ്ട് വരച്ചിട്ടാണ് നമ്മൾ ലെഡ്ജറിലേക്ക് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക അല്ലേ. സോ ദിസ് ഈസ് ദി ടി അക്കൗണ്ട്, ദിസ് ഈസ് ദി ഫോമാറ്റ്. ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ആണ് ചെയ്യുക. പോസ്റ്റ് അല്ലേ. സോ ലെറ്റ് us do one thing. Let us post the first transaction. ഈ ട്രാൻസാക്ഷൻ നമുക്കൊന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. സോ ക്യാഷ് ഈസ് ബീങ് ഡെബിറ്റഡ്, ക്യാപിറ്റൽ ഈസ് ബീങ് ക്രെഡിറ്റഡ്. അതാണ് ട്രാൻസാക്ഷൻ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. എനിക്ക് സ്കൂളിൽ ഈ അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലേ. ഈ ഡെബിറ്റും ക്രെഡിറ്റും ആരുടെയാണ് എന്നുള്ളതായിരുന്നു എന്നെ അലട്ടിയിരുന്ന പ്രശ്നം. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനാണ് നമ്മൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും കാണിച്ചിട്ടുള്ളത്. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റും ഡെബിറ്റും നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഒന്നിക്കൽ ഡെബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഐറ്റം ഈ സൈഡിൽ കാണിക്കണം, ഇവിടെ കാണിക്കണം. ഞാൻ ഇവിടെ ഒരു ഐറ്റം കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞാൻ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഈ ഐറ്റത്തിന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്? ക്രെഡിറ്റ് ചെയ്യുക. ബിക്കോസ് ഫോർ എവറി ട്രാൻസാക്ഷൻ ദർ ഈസ് എ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അല്ലേ. എനിക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഓപ്പോസിറ്റ് ഐറ്റം ഇവിടെ കാണിക്കണം. അപ്പോൾ ഇതെന്താ വായിക്കുക? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. സോ ഈ ഐറ്റം, ഈ ക്യാഷ് എന്ന് പറയുന്ന ഐറ്റം ഡെബിറ്റ് ആണ് അല്ലേ. സോ അത് മനസ്സിലാക്കിയാൽ തന്നെ ലെഡ്ജർ ഓക്കെയാണ്. സോ ഈ ക്രെഡിറ്റും ഈ ഡെബിറ്റും ഈ അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു.
എന്ത് വെച്ചിട്ട്? ക്യാഷ് വെച്ചിട്ട്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷ് വെച്ചിട്ട് ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളത് പോസ്റ്റ് ചെയ്യുക. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ 2 പ്രാവശ്യം പോസ്റ്റ് ചെയ്യും. ഒരു ട്രാൻസാക്ഷനിൽ 2 എലിമെന്റ്സ് ഉണ്ട്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷിനെ പോസ്റ്റ് ചെയ്തു, ഇനി ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റലിനെ പോസ്റ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റലിനെ പോസ്റ്റ് ചെയ്യണം, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. എന്ത് വെച്ചിട്ട്? ക്യാപിറ്റൽ വെച്ചിട്ട്. സോ ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. അതിനെ ഡെബിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഐറ്റം ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇപ്പൊ ഇതെന്താ വായിക്കുക? ക്യാഷ് ഡെബിറ്റ്, സോ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റ്. I'm just filling it quickly. എക്സ്പെൻസിന്റെ പേര് പർച്ചേസ് ആണല്ലേ. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? ക്യാഷ് വെച്ചിട്ട്. സോ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് വെച്ചിട്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാഷിൽ പർച്ചേസ് കാണിക്കണം അല്ലെ? ക്യാഷിൽ പർച്ചേസ് കാണിക്കണം. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം, പർച്ചേസ് വെച്ചിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് നമ്മൾ ഈ സൈഡിലാണ് കാണിക്കുക. പർച്ചേസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഡെഡ് ക്ലിക്ക് റൂള് ഇവിടെ തന്നെ കാണിക്കാം. അസറ്റ് ക്യാഷ് കൂടുവാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ക്യാഷ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അത്രേ ഉള്ളൂ. ക്യാപിറ്റൽ വന്നാൽ ക്യാഷ് കൂടി, അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. പർച്ചേസ് നടത്തിയാൽ ക്യാഷ് കുറഞ്ഞു, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. ഡെഡ് ക്ലിക്ക് റൂൾ. മെഷീൻ കൂടി ക്യാഷ് കുറഞ്ഞു. നമുക്ക് ആ മോഡലിനെ നോക്കാം. മെഷീൻ കൂടി ക്യാഷ് കുറഞ്ഞു. മെഷീൻ അസറ്റ് ആണ്. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മെഷീൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അസറ്റ് കൂടുവാണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക, അസറ്റ് കുറയാണെങ്കിൽ ആ കുറയാനുള്ള കാരണം ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. സോ ദാറ്റ് ഈസ് പോസ്റ്റിംഗ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ക്യാഷിന്റെ സാധനങ്ങൾ മാത്രം കാണിക്കുകയാണ്. ക്യാഷ് കൂടി, സെയിൽസ് കാരണം കൂടി. ക്യാഷ് കൂടിയാൽ ഡെബിറ്റ് സൈഡിലാണ് ക്യാഷിനെ കാണിക്കേണ്ടത്. സോ ഓട്ടോമാറ്റിക്കലി മറ്റേ ഐറ്റം ക്രെഡിറ്റ് സൈഡിലാണ്, സെയിൽസ്. സോ ദിസ് ഈസ് ഹൗ വി പോസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. Hopefully that is clear. I was being a bit speedy, I know, but അത്രയല്ലേ വേണ്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അസറ്റിനും എക്സ്പെൻസിനും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അതായത് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അസറ്റ് ആണെങ്കിൽ ഉറപ്പിച്ചോ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ആണെങ്കിൽ ഉറപ്പിച്ചോ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ഇത് അസറ്റ് ആണ്, ക്യാഷ് അസറ്റ് ആണ്, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ. അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡാണ് ആദ്യം ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യും. ഡെബിറ്റ് സൈഡിൽ 14,000 ഉണ്ട്, ക്രെഡിറ്റ് സൈഡിലും നമ്മൾ 14,000 തന്നെ കാണിക്കും, അക്കൗണ്ട് ടാലി ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്രെഡിറ്റ് സൈഡിൽ 5,000 മാത്രമേ ഉള്ളൂ, 14 ഇല്ല. അപ്പോൾ ബാക്കി എമൗണ്ട് നമ്മൾ ഇവിടെ കാണിക്കും. ബാക്കി എത്ര ഉണ്ട്? 9,000 അല്ലേ.
അത് നമ്മൾ ഇവിടെ ഇടുകയാണ്. ഈ 9,000 നമ്മൾ ഇവിടെ ഇങ്ങനെ വെറുതെ കാണിക്കുകയാണ്. സോ ദാറ്റ് ദി ക്രെഡിറ്റ് സൈഡ് ഈസ് ബിക്കമിങ് 14,000. ഇതിന് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ബാലൻസ് ക്യാരീഡ് ഡൗൺ എന്നാണ് പറയുക. ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ക്യാരീഡ് ഡൗൺ 9,000. What does that mean? This means that cash account is having a debit balance. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലാണ്. അപ്പോൾ അക്കൗണ്ട് ടാലി ആക്കാൻ വേണ്ടിയിട്ട് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചതാണ്. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് എന്നല്ല. അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. എസറ്റിനും എക്സ്പെൻസിനും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഇനിയിപ്പം ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 10,000 ഇടും. പക്ഷേ ഈക്വൽ അല്ല, ഇവിടെ ഒരു 10,000 നമ്മളെ വക ഇട്ട് കൊടുക്കണം. എന്തെന്ന് പറഞ്ഞിട്ട്? ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ക്യാരീഡ് ഡൗൺ. ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് അടുത്ത വർഷം ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് കാണിച്ചതെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. 9,000. മീനിങ് സെയിം മീനിങ്. എന്ത്? ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ട് 9,000. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ അല്ലേ? റെക്കോർഡിങ് കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടിൻ്റെയും ടോട്ടൽസ് അല്ലെങ്കിൽ ബാലൻസ് നമുക്ക് കിട്ടും. ഓരോ അക്കൗണ്ടിൻ്റെയും ടോട്ടൽസ് അല്ലെങ്കിൽ ബാലൻസ് നമുക്ക് കിട്ടും. ഇനി ഈ ബാലൻസ് നമ്മൾ ഒരു ലിസ്റ്റായിട്ട് എഴുതി വെക്കും. അതാണ് തേർഡ് സ്റ്റെപ്പ്, സമ്മറൈസിങ്. നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഓരോരോ അക്കൗണ്ടിൻ്റെയും ടോട്ടൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ടോട്ടൽസ് നമ്മൾ 1 by 1 ആയിട്ട് എഴുതുകയാണ്. അതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. നമ്മൾ ട്രയൽ ബാലൻസ് വരച്ചിട്ടാണ് സമ്മറൈസിങ് ചെയ്യുക. സമ്മറൈസിങ് ചെയ്യുക. ആൻഡ് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് ആണ് ഇത് അല്ലേ? പെർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഇവിടെ ഒരു പെർച്ചേസ് എന്ന് പറയുന്ന ഐറ്റം വരുവാണെങ്കിൽ ഉറപ്പിച്ചോ ഡെബിറ്റ് ബാലൻസ് ആണ്. മെഷീൻ എന്ന് പറയുവാണെങ്കിൽ അസറ്റ് ഉറപ്പിച്ചോ ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് ആണ്. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. പേയബിൾസ് വരുവാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് എന്ന് പറയുന്ന ഒരു ഐറ്റം വരുവാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ്, സമ്മറൈസിങ് കഴിഞ്ഞാൽ അടുത്തത് അനലൈസിങ് ആണ്. സമ്മറൈസിങ് ചെയ്തപ്പോൾ നമുക്ക് ഓരോ അക്കൗണ്ടിൻ്റെയും ടോട്ടൽസ് കിട്ടിയിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ ഓരോ അക്കൗണ്ടിൻ്റെയും ടോട്ടൽസ് ആണ് ഉണ്ടാവുക. നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആണ് ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത ഇയർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക, അനാലിസിസ്. റെക്കോർഡിങ് കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, സമ്മറൈസിങ് കഴിഞ്ഞു, അടുത്തത് അനലൈസിങ് ആണ്. ട്രയൽ ബാലൻസിലുള്ള ടോട്ടൽസും റെക്കോർഡ് ചെയ്ത കാര്യങ്ങളാണ്. റെക്കോർഡ് ചെയ്യാത്ത അഡ്ജസ്റ്റ്മെന്റ്സും കൂടി ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് അനലൈസിങ് ചെയ്യുക. നമ്മൾ അനലൈസിങ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ്.
P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇന്റർനാഷണലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്നും ബാലൻസ് ഷീറ്റിനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് നമ്മൾ P&L കാണിക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻസ്, സോ ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദി പ്രോഫിറ്റ് ഓർ ലോസ്. അസെറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇതിന്റെയൊക്കെ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക, SOFP. അല്ലേ? ഇൻകം ആൻഡ് എക്സ്പെൻസ് SOP കാണിക്കും, P&L അക്കൗണ്ടിൽ കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ് ആ ഒരു വർഷം ലാഭമാണോ, ആ ഒരു ബിസിനസ് നടത്തിയിട്ട് ആ വർഷം ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അല്ലേ? രണ്ടാമത്തതാണ് ബാലൻസ് ഷീറ്റ്. ഇയർ എൻഡിന്റെ അന്ന് കമ്പനിയുടെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ട്, എത്ര ക്യാപിറ്റൽ ഉണ്ട്, ആ ഒരു ഇയർ എൻഡ് ടോട്ടൽസ് ഓഫ് ദീസ് ഐറ്റംസ് അതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് കഴിഞ്ഞു. അക്കൗണ്ടിങ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. ബിക്കോസ് ഇനി ഈ P&L നോക്കിയിട്ട് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ കുറച്ച് ഡിസിഷൻസ് എടുക്കാനുണ്ട്. അതിനെയാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ. P&L പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം 1000, ഈ വർഷം 1800, അപ്പോൾ ഒരു 50% ഇൻക്രീസ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ നടത്തിയിട്ട് ഡിസിഷൻസ് എടുക്കണം, എന്നാൽ മാത്രമേ അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ? ഇതൊക്കെ വെറുതെ ചെയ്തു വെച്ചിട്ട് എന്തിനാണ്, ആർക്ക് ഉപകാരം അല്ലെ? ഇതൊക്കെ ചെയ്തു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അനലൈസിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഇന്റർപ്രിട്ടേഷൻ, ഡിസിഷൻസ് എടുക്കുക ഇത് വെച്ചിട്ട്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും അല്ലെ? ഇതിൽ റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിങ് ഒക്കെ ബുക്ക് കീപ്പറാണ് ചെയ്യുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇൻഡെപ്ത് നോളേജോ കാര്യങ്ങളോ ആവശ്യമില്ല എന്നാണ്. പക്ഷേ അനലൈസിങ്ങും ഇന്റർപ്രിട്ടേഷനും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഡെപ്ത് നോളേജ് വേണം. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുക അക്കൗണ്ടന്റ് ആണ്, ക്വാളിഫൈഡ് അക്കൗണ്ടൻസ് ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഇതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അതറിയുന്ന ആൾക്കാരാണ് ചെയ്യുക അല്ലേ? സോ നമുക്ക് അവിടെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ കമ്പനീസ് തോന്നിയ പോലെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. സോ കമ്പാരിസൺ പോസിബിൾ ആവത്തില്ല. സോ അവിടെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഇമ്പോർട്ടൻസ്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസിനെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. I'm sorry, I'm speaking in Malayalam. Actually, I was told that the students will be from the Kerala side, so I can speak Malayalam. That's why I was doing the session in Malayalam. I guess Lakshya will be doing another session, maybe in English, for the students who don't understand Malayalam. I know that when you are going for the interview, the questions will be shoot out in English. But in order to grasp the concepts, I felt that it will be better for the Keralite students to hear things in Malayalam. That's why I'm taking the topic in Malayalam. So hopefully Lakshya will do another session in English. Someone else will come and speak in English and tell you all these things. Okay. So I guess I'll wind up this session. It is more than 1 hour you are listening to me. You are, say what? I know this is a very boring subject. This is a boring thing to talk because most of the things you know. But I thought like I'll just brush it up because majority of my students used to come to me and ask whether they can get some information on the basics. So that is why Lakshya planned this session. So the accountancy basics have just brushed it up, and in our next session we will talk about accounting standard. We will discuss what is an accounting standard, and we'll also discuss the basics of international accounting standard, the IFRS. So I'll tell you what is an accounting standard, what is the use, why it is so important when you are entering into a company,
what are the accounting standards available, what is AS, what is Ind AS, what is GAAP, and what is IFRS. I'll be giving specific focus for IFRS. So we'll do that in our next session. So if you need these files, I guess I'll just hand over these files to Lakshya. And if you need these, you can just contact them and download it or whatever. Nothing is there, nothing important. This is a pro forma of the financial statement prepared as per the International Accounting Standard. Now, we know that there are local accounting standards and international accounting standards. In India, the local accounting standard is AS or Ind AS, which is prepared by ICAI or the designated body of ICAI. But internationally, majority of the countries are following International Financial Reporting Standards or the IFRS. So this is a pro forma of P&L account and balance sheet, SOPL and SOFP as per the International Accounting Standard. I'm not going behind those things because you know the pro forma, and if you are doing the Indian CA, you know the pro forma. If you are doing the SCA, you know the pro forma, that is you know the pro forma of IAS1, that is pakka, like I'm sure about that. And if you're doing the Indian CA, you have learned the pro forma, and there is only a bit of minor differences, so I'm not going into that much of a detail because that is not required for either of you. So this session is done. Our next session, the dates will be announced in the lecture Instagram page and Facebook page. So we'll be doing a very basic introduction or a basic discussion about the accounting standards, and of course you can suggest me which all accounting standards should I go in depth, that you can give suggestion to Lakshya. So I'll take the advice, I'll take the tips from them, I'll take the tips from you through Lakshya. All right. So that's it. So thank you everyone. So good night. Thank you. Thanks a lot.